അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിൽ യൂണിറ്റ് 5 അസസ്മെൻറ്റ് ഇൻ ഇൻക്ലൂസീവ് പ്രാക്ടീസസ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് ആൻഡ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റ്. അപ്പോൾ ആദ്യം എന്താണ് ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ടൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ടു മാച്ച് ഇൻഡിവിജ്വൽ ലേണേഴ്സ്. ഇൻഡിവിജ്വൽ ലേണേഴ്സിനനുസരിച്ചിട്ട് ഓരോ പേഴ്സണും അനുസരിച്ചിട്ട് നമ്മൾ ടൂൾസും സ്ട്രാറ്റജീസും സെലക്ട് ചെയ്യുന്നതിനെയാണ് ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ നീഡ്സ്, ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് എബിലിറ്റീസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ലേണിംഗ് എൻഹാൻസ് ചെയ്യുക, ഡെമോൺസ്ട്രേറ്റിംഗ് അച്ചീവ്മെൻറ്റ്. ആൻഡ് ഈ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് നമ്മൾ എപ്പോഴൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ വി ക്യാൻ ഡു ദിസ് ബിഫോർ ദ ഇൻസ്ട്രക്ഷൻ, ഡ്യൂറിങ് ദി ഇൻസ്ട്രക്ഷൻ ആൻഡ് ഓൾസോ ആഫ്റ്റർ ദി ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൽ ഒരുപാട് വേരിയേഷൻ, ഇറ്റ് ഓൾസോ കൺസിഡേഴ്സ് ദ വേരിയേഷൻ ഇൻ ഒരാളുടെ ലേണിംഗ് പേസ്, അയാളുടെ ലേണിംഗ് സ്പീഡ് അല്ലെങ്കിൽ ലേണിംഗ് സ്റ്റൈൽ, അതുപോലെ തന്നെ മാസ്റ്ററി ഓഫ് കണ്ടന്റ്. ഇനി എന്തൊക്കെയാണ് ഒരു ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അപ്പോൾ കീ ഫാക്ടേഴ്സ് കൺസിഡറിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദ കറണ്ട് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്കിൽ, prior learning experiences, learning preferences, engagement levels, individual interests and talents. Principles of differentiated assessment. ഫെയർനെസ് ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ്. അത് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം. അക്കോമഡേറ്റ്സ് ഡൈവേഴ്സ് ലേണിംഗ് സ്റ്റൈൽസ്, പിന്നെ മൾട്ടിപ്പിൾ വേസ് ടു ഷോ ഔട്ട്കംസ് ബേസ്ഡ് ഓൺ ഹൗ സ്റ്റുഡൻസ് ലേൺ, പിന്നെ നോൺ ബൈസ്ഡ് ആൻഡ് ഇൻക്ലൂസീവ് ലാംഗ്വേജ് ആണ് ഇതിൽ യൂസ് ചെയ്യാൻ. ഇനി ഇംപ്ലിമെൻറ്റേഷനിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കളക്ടിങ് ഡാറ്റ അറ്റ് ഓൾ സ്റ്റേജസ്, അതായത് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഇൻസ്ട്രക്ഷനിലെല്ലാം ഡാറ്റ കളക്ഷൻ ചെയ്യണം. പിന്നെ ഐഡൻറ്റിഫൈയിങ് സ്ട്രെങ്ത് ആൻഡ് ലേണിംഗ് നീഡ്സ്, ഓഫറിംഗ് ചോയ്സ് ഇൻ അസസ്മെൻറ്റ്, ഗിവിംഗ് പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് ആൻഡ് പ്ലാനിങ് ഫ്ലെക്സിബിലിറ്റി. ഇനി എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യേണ്ടത് എന്നതാണ് നോക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? ടീച്ചർ മെയ്ഡ് ടെസ്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം, പെർഫോമൻസ് ടാസ്കുകൾ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അനക്ഡോട്ടൽ റെക്കോർഡ്സും നമുക്ക് യൂസ് ചെയ്യാം. അനക്ഡോട്ടൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ബ്രീഫ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് അക്കൗണ്ട്സ് ഓഫ് സ്പെസിഫിക് ഇൻസിഡൻറ്റ്സ് ഓർ ബിഹേവിയേഴ്സ് ഒബ്സർവ്ഡ് ഇൻ സ്റ്റുഡൻസ് ഡോക്യുമെൻറ്റഡ് ബൈ ടീച്ചർ. അതായത് ഒരു ടീച്ചർ ഒരു കുട്ടികൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റോ ബിഹേവിയർ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വളരെ ബ്രീഫ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്കിൽ ഒബ്സർവേഷൻസ്, ഡിസ്കഷൻസ്, അതുപോലെ തന്നെ പിയർ പാരൻറ് ഇൻപുട്ടൊക്കെ വരാം. സ്റ്റുഡൻറ്റ് ഇൻവോൾവ്മെൻറ്റിൽ സെൽഫ് അസസ്മെൻറ്റ്, പോർട്ട്ഫോളിയോസ്, ജേർണൽസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി എന്തൊക്കെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യാം? നമുക്ക് റിട്ടൺ ആയിട്ടുള്ളത് ടെസ്റ്റുകൾ, എസ്സേസ്, ജേർണൽസ്, റിപ്പോർട്ട്സ് യൂസ് ചെയ്യാം. ഓറൽ വിഷ്വലിൽ ഡിബേറ്റ്സ്, മോഡൽസ്, ചാർട്ട്സ്, എക്സിബിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. ക്രിയേറ്റീവായിട്ട് പ്രോജക്റ്റ്, സോങ്സ്, പാംഫ്ലെറ്റ്സ്, സിമുലേഷൻസ് യൂസ് ചെയ്യാം. അസസ്മെൻറ്റിന് വേണ്ടി റുബ്രിക്സ്, ഒബ്സർവേഷൻസ്, പിയർ ഇവാലുവേഷൻ, ഗ്രാഫിക് ഓർഗനൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി മെറിറ്റ്സ് ഓഫ് ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ്. ഇപ്പോൾ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ലേണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹയർ ഓർഡർ ലേണിങ്ങിനെ എനാബിൾ ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട്സ് ലേണർ ഓട്ടോണോമി, ഫെസിലിറ്റേറ്റ്സ് നീഡ് ബേസ്ഡ് പ്ലാനിംഗ്, കൺസിഡേഴ്സ് readiness and learning profiles, supports multiple intelligences, encourages real world connections, fosters reflection and self-regulation, boosts motivation, enhances teacher expertise. അതായത് ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെ റിയലൈസ് ചെയ്ത് അവരുടെ നീഡ്സും അവരുടെ ലേണിംഗ് സ്റ്റൈലും ഒക്കെ നോക്കാനും അസസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് മെ നോട്ട് സ്യൂട്ട് ഓൾ സ്റ്റുഡൻസ്. പിന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇപ്പോൾ ഒരു ലാർജ് ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ട്രെയിനിങ് വേണം, എഫേർട്ട് വേണം, റിസോഴ്സ് ലിമിറ്റേഷൻസ് ഉണ്ട്, പിന്നെ ഗ്രേഡിംഗ് ആൻഡ് ബിഹേവിയർ ചലഞ്ചസ് ഉണ്ട്. ഇനി വേറൊരു അസസ്മെൻ്റ് ആണ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റ്. ഈ അസസ്മെൻറ്റ് കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ റാൻഡമായിട്ട് പലതും പല എക്സാമിനും ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് ഒരു റെഗുലർ ക്വസ്റ്റ്യൻ ആണ്, അത് ചോദിക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റ്. ഇവിടെ അതായത് ഇപ്പോൾ ഒരു സിലബസ് ത്രൂ ഒരാൾ ജസ്റ്റ് സ്കാൻ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുകയാണെങ്കിലും നോട്ടീസ് ചെയ്യുന്ന ടേംസ് ആണ് ഡയഗ്നോസ്റ്റിക്കും കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റും ഒക്കെ. കാരണം അത് സിലബസിൽ മെൻഷൻഡ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയുടെയും കൾച്ചറൽ ഐഡൻറ്റിറ്റിയെ റെക്കഗ്നൈസ് ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അസസ്മെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ ഇൻക്ലൂസീവ്നെസ് ഉണ്ട്, ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റി ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. പിന്നെ നോളേജ് മെഷർ ചെയ്യുന്നതിനും അപ്പുറത്തേക്ക് പോകുന്നതാണ് കൾച്ചറലി റെസ്പോൺസീവ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പൊട്ടൻഷ്യലിനെ വാല്യൂ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജും കണ്ടൻറ്റും യൂസ് ചെയ്യുന്നുണ്ട്, ടൂൾസ്, പ്രോസസ്സസ് ആൻഡ് ഔട്ട്കംസ് ഓഫ് ലേണർ ഡൈവേഴ്സിറ്റി ഒക്കെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ ആണ്. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് ആണെങ്കിൽ
വ്യത്യസ്തമായിട്ടുള്ള കൾച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കാം പലരും വന്നത്. അപ്പോൾ അതിനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ ബയസ് ലാംഗ്വേജിലും കണ്ടന്റിലും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ വേസ് ഓഫ് എക്സ്പ്രഷൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. റെലവൻറ്റ് കോണ്ടെക്സ്റ്റുകളൊക്കെ യൂസ് ചെയ്ത് അസസ്മെൻറ്റിനെ മീനിങ് ആക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് പ്രൊമോട്ട്സ് ഫെയർനെസ് ബൈ റിക്കഗ്നൈസിങ് ഡൈവേഴ്സ് വാല്യൂസ് ആൻഡ് നോളജ് സിസ്റ്റം. ഇനി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു കൾച്ചറലി റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ലേണറിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഒക്കെ അറിയണം. ഇൻക്ലൂസീവ് ആയിട്ടുള്ള അസസ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണം വിത്ത് വേരീഡ് റെസ്പോൺസ് ഓപ്ഷൻസ്. പിന്നെ ഫാമിലീസ് കമ്മ്യൂണിറ്റീസിനൊക്കെ എൻഗേജ് ചെയ്യണം. അതുപോലെ തന്നെ കൾച്ചറൽ റെഫറൻസിനെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഇനി കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ ബോത്ത് ഡിഫറൻഷിയേറ്റഡ് ആൻഡ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻറ്റ് രണ്ടും എയിം ചെയ്യുന്നത് ഫെയർനെസ്, ഇൻക്ലൂസിവിറ്റി ആൻഡ് മീനിങ് ഇവാലുവേഷൻ ആണ്. ഈ രണ്ടും എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റി ബൈ റെസ്പെക്റ്റിംഗ് ലേണേഴ്സ് ഡിഫറൻസസ് ഇൻ കൾച്ചർ, എബിലിറ്റി, സ്റ്റൈൽ ആൻഡ് പേസ് ഓഫ് ലേണിംഗ്. ഓക്കെ, ഇനി എന്താണ് ലേണർ അപ്രൈസലിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള എന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ പല ടെസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്താണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാട്ട് എ സ്റ്റുഡൻറ്റ് ഹാസ് ലേൺഡ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതായത് ഇൻസ്ട്രക്ഷന് ശേഷം ആ കുട്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അസസ് അച്ചീവ്മെൻറ്റ് ഇൻ റിലേഷൻ ടു പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റും ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ അസസ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസിൽ പലതും പറയുന്നുണ്ട്. ചെക്സ് വാട്ട് ഈസ് ലേൺഡ് ആൻഡ് ഹൗ വെൽ ടാസ്ക് ആർ ഡൺ എന്നുള്ളതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലെവൽ ഓഫ് സ്റ്റുഡൻറ്റ് അച്ചീവ്മെൻറ്റിനെ മെഷർ ചെയ്യുന്നുണ്ട്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, കണ്ടൻറ്റ്, ഫോർമാറ്റ്, ഡിഫിക്കൽറ്റി ഇതുമൊക്കെ ആയിട്ട് അലൈൻ ചെയ്യുന്നുണ്ട്. ബാലൻസ്ഡ് വെയിറ്റേജ് എല്ലാ കണ്ടൻറ് ഏരിയാസിനും കൊടുക്കുന്നുണ്ട്. ഇത് ടൈം ബൗണ്ട് ആണ്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എക്സ്ട്രാ ടൈമൊന്നും പെർമിറ്റ് ചെയ്യുന്നില്ല. പിന്നെ മാർക്സ് ഗ്രേഡിങ്ങിനും റാങ്കിങ്ങിനും വേണ്ടി അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ പർപ്പസ്? ടു അസസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ മെറ്റ്. എല്ലാ ക്ലാസ്സിനും എല്ലാ ടീച്ചിങ്ങിനും ഇൻസ്ട്രക്ഷനും ചില ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അത് എത്രത്തോളം നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുന്നുണ്ട്. ഇൻസ്ട്രക്ഷണൽ എഫക്റ്റീവ്നെസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോഷൻ, ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്കുള്ള പ്രൊമോഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ഡിസിഷൻസിനെയൊക്കെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഫംഗ്ഷൻസിൽ വരുന്നത് ടീച്ചിങ് ലേണിങ്ങിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക, സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുക, പ്രൊമോഷൻ ഡിസിഷൻസിനെ എയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് സ്റ്റുഡൻറ്റ് പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഏത് ടെസ്റ്റ് ആണെങ്കിലും അച്ചീവ്മെൻ്റ് ആണെങ്കിലും ഇതൊക്കെ ടീച്ചിങ് ലേണിംഗ് എഫക്റ്റീവ്നെസ്, മോട്ടിവേറ്റ് സ്റ്റുഡൻസ്, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് എഴുതാവുന്ന കാര്യങ്ങളാണ്. ഇനി യൂസ് ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ടീച്ചിങ് സ്ട്രാറ്റജീസിനെ ഇൻഫോം ചെയ്യും, ഐഡൻറ്റിഫൈ സ്റ്റുഡൻറ്റ് നീഡ്സ്, ട്രാക്സ് പ്രോഗ്രസ്, ഹെൽപ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ, അസിസ്റ്റ് ഇൻ കോമ്പറ്റീഷൻ പ്രിപ്പറേഷൻ. സ്റ്റുഡൻസിനാണെങ്കിൽ സപ്പോർട്ട്സ് പ്രൊമോഷൻ ആൻഡ് സബ്ജക്റ്റ് ചോയ്സസ് ആൻഡ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ആപ്റ്റിറ്റ്യൂഡ്. ഇനി എങ്ങനെ ഒരു ഗുഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാം? അപ്പം മേജർ സ്റ്റെപ്പിൽ ഫസ്റ്റ് എന്താണ്? പ്ലാനിങ് ദ ടെസ്റ്റ്. സെക്കൻഡ് വൺ ഈസ് പ്രിപ്പയറിംഗ് ദ ഡിസൈൻ. തേർഡ് വൺ ഈസ് ക്രിയേറ്റിംഗ് ദ ബ്ലൂ പ്രിൻറ്റ്. ഫോർത്ത് വൺ ഈസ് റൈറ്റിംഗ് ടെസ്റ്റ് ഐറ്റംസ്. ഫിഫ്ത്ത് വൺ ഈസ് ക്രിയേറ്റിംഗ് സ്കോർ കീ ആൻഡ് മാർക്കിംഗ് സ്കീം. സിക്സ്ത് വൺ ഈസ് കണ്ടക്ടിങ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. ഫസ്റ്റ് പ്ലാനിങ്ങിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് പർപ്പസ്, എന്താണ് ഒബ്ജക്റ്റീവ്സ്, ടോട്ടൽ മാർക്സ് എത്ര, ഡ്യൂറേഷൻ ആൻഡ് സ്കോപ്പ്, ഇത്രയും കാര്യങ്ങൾ പ്ലാനിങ്ങിൽ കൊണ്ടുവരാം. സെക്കൻഡ്, പ്രിപ്പറേഷൻ ഓഫ് ഡിസൈൻ. ഇതിൽ വെയിറ്റേജ് ടു ഒബ്ജക്റ്റീവ്സ്, അതായത് മാർക്സ് ഓരോ ലേണിംഗ് ഔട്ട്കംസിനും എത്രയാണെന്നുള്ളത് അലോക്കേറ്റ് ചെയ്യുക. നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലിക്കേഷൻ. വെയിറ്റേജ് ടു കണ്ടന്റ്, ഡിസ്ട്രിബ്യൂട്ട് മാർക്സ് ബേസ്ഡ് ഓൺ ചാപ്റ്റേഴ്സ് ഓർ യൂണിറ്റ്സ്. വെയിറ്റേജ് ടു ക്വസ്റ്റ്യൻ ഫോംസ്, ഇതൊരു ഷോർട്ട്, ലോങ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്സ് ചെയ്ത് ഷോർട്ട് ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത്. ഇനി ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഏരിയാസും കൊഗ്നിറ്റീവ് ലെവൽസിനോട് ബാലൻസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി, ഒബ്സർവേഷൻ, റീസണിങ് ഇതിലൊക്കെ ഫോക്കസ് ചെയ്യണം. ഡൈവേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. പിന്നെ ഗ്രേഡ് 6 ലെവൽ കോമ്പിറ്റൻസീസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർ ബ്ലൂംസ് ബേസ്ഡ് ടാക്സോണമിക്ക് ഇത് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒന്നാണ്. അപ്പം നമ്മളിവിടെ നോക്കിയത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്. അപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഒക്കെ ഈ പ്രിപ്പറേഷൻ ഓഫ് ദി സ്കോർ കീ ആൻഡ് മാർക്കിംഗ് സ്കീം ഇതിൻ്റെ ഒക്കെ മോഡൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് അത് അവോയ്ഡ് ചെയ്തതാണ്, കാരണം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ടൈമോ സ്പേസോ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ടെക്സ്റ്റിൽ റെഫർ ചെയ്യുക. ജസ്റ്റ് ഒരു ഫോർമാറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതൊന്നും പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ല. ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് ബീങ് ആസ്ക്ഡ് ആസ് എൻ എസ്സേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അത് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അടുത്തത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതിൻ്റെ മീനിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതും ഒരു അസസ്മെൻറ്റ് ടൂളാണ്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ടു ഐഡൻറ്റിഫൈ ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, മിസ്കോൺസെപ്ഷൻസ് ആൻഡ് ഡെഫിഷ്യൻസീസ് ഇൻ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഏരിയാസ്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡിവൈസ് ആണ്. അതായത് ഇൻസ്ട്രക്ഷന് മുമ്പോ ഇൻസ്ട്രക്ഷന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഓർക്കേണ്ടത് മേജറായിട്ട് ഇത് പ്രീ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചേഴ്സിനും ലേണേഴ്സിനും ഏതൊക്കെ ഏരിയാസിലാണ് ഇൻ കേസ് ഓഫ് ലേണിംഗ് എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് ശേഷം നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒന്നാണ് റെമഡിയൽ മെഷേഴ്സ് അല്ലെങ്കിൽ റെമഡിയൽ ടീച്ചിങ്. ഇനി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എയിം ചെയ്യുന്നത് ഇസ് റെക്കഗ്നൈസിങ് ദ റീസൺസ് ഫോർ പുവർ പെർഫോമൻസ് ഓർ ലേണിംഗ് ഗ്യാപ്സ്. എന്തെങ്കിലും ലേണിംഗ് ഗ്യാപ്സോ അല്ലെങ്കിൽ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പുവർ പെർഫോമൻസ് എന്തുകൊണ്ടാണെന്നുള്ള അതിൻ്റെ റീസൺസ് ഡയഗ്നോസ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഡിറ്റർമിനിങ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതേണ്ടത്. പിന്നെ ഐഡൻറ്റിഫൈയിങ് ഡിഫിക്കൽട്ടി ത്രൂ ഇറ്റ്സ് സിംറ്റംസ്, അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ടൂൾ ഫോർ വിഷ്വലൈസിങ് ബോത്ത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യാം, എപ്പോഴൊക്കെ നമുക്കത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇൻസ്ട്രക്ഷന് മുമ്പ് കൊടുക്കാം. ഇൻസ്ട്രക്ഷന് മുമ്പ് നമ്മൾ എന്തിനാണ് ഡയഗ്നോസ്റ്റിക് സ്റ്റേറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? അവരുടെ പ്രീവിയസ് നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ആഫ്റ്റർ ഇൻസ്ട്രക്ഷൻ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? അതായത് അൺറിസോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ പ്രീവിയസ് നോളജ് ടെസ്റ്റ് ചെയ്യുന്നു, ലേണിംഗ് ഗ്യാപ്സും അവരുടെ വീക്ക്നെസ്സും വെച്ചും നമ്മൾ റിയലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്ട്രക്ഷന് ശേഷം ഇത് റിസോൾവ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാട്ട് ഹാസ് ബീൻ ലേൺഡ്, എന്താണ് പഠിച്ചത്, അതിന് ശേഷമാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഇനി ഇത് മെഷർ ചെയ്യുന്നത് നോട്ട് ജസ്റ്റ് ഇത് മെഷർ ചെയ്യുന്നത് വാട്ട് ഹാസ് നോട്ട് ബീൻ ലേൺഡ്, എന്താ കുട്ടിക്ക് അറിയില്ല എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഇനി ഡിസൈൻ എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ ജനറൽ കവറേജ് ഓഫ് ദി സിലബസ് ആണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ഏരിയാസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ടൈം ബൗണ്ട് ആണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫ്ലെക്സിബിൾ ടൈമാണ്, നോട്ട് ബൗണ്ട് ടു എനിത്തിങ്. ഇനി അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലെ സ്കോർസ് നമ്മൾ ഗ്രേഡിങ്ങിനും റാങ്കിങ്ങിനും വേണ്ടി യൂസ് ചെയ്യും. ഇപ്പോൾ സ്കോർസ് അല്ല ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലെ ഫോക്കസ് എന്ന് പറയുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ബാലൻസ്ഡ് ആണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഡിഫിക്കൽട്ട് കോൺസെപ്റ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഈസിയർ ടു കൺസ്ട്രക്റ്റ് ആണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് കുറച്ചും കൂടെ കെയർഫുൾ അനാലിസിസും പ്ലാനിങ്ങും ഒക്കെ വേണം. ഇനി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വേഴ്സസ് റെമഡിയൽ ടീച്ചിങ്. ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ലേണിംഗ് പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് റെമഡിയൽ ടീച്ചിങ്ങിലൂടെ നമ്മൾ കൊടുക്കുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പ്രോബ്ലം അനാലിസിസ് ആണെങ്കിൽ റെമഡിയൽ ടീച്ചിങ് അതൊരു സൊല്യൂഷനാണ്. ലേണിംഗ് ഗ്യാപ്സ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലൂടെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം. ആ ലേണിംഗ് ഗ്യാപ്സിനെ ഫില്ല് ചെയ്യലാണ് റെമഡിയൽ ടീച്ചിങ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഗീവ്സ് ഇൻസൈറ്റ് ഫോർ ഫ്യൂച്ചർ പ്ലാനിങ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ലേണിംഗ് ഔട്ട്കംസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ യൂസ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ മനസ്സിലാക്കുക. ഇത് ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും ഇതൊക്കെ തന്നെ ടു ഐഡൻറ്റിഫൈ സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഇൻ എ സബ്ജക്റ്റ് ഓർ സ്കിൽ ടു ഡയഗ്നോസ്. ഇവിടെയൊക്കെ ടു ചേർക്കുക. അതായത് എന്തായി ഈ ഡയഗ്നോസ്റ്റിക് സ്കില്ലിൻ്റെ ഒബ്ജക്റ്റീവായി. യൂസസിലൊക്കെ ടു എന്ന് ചേർക്കുക. അതാണ് ഒബ്ജക്റ്റീവ്സ്. ടു ഡയഗ്നോസ് കോസസ് ബിഹൈൻഡ് പുവർ അക്കാദമിക് പെർഫോമൻസ്, forecast performance and act as a prognostic tool, design individualized learning plans or group-based interventions, refine teaching strategies, അതുപോലെ തന്നെ ensure curriculum readiness. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. സ്റ്റുഡൻസിന് അവരുടെ ലേണിംഗ് ഗ്യാപ്സിനെ കുറിച്ചൊരു സെൽഫ് അവയർനെസ് കിട്ടും, ടൈംലി ഫീഡ്ബാക്ക് കിട്ടും, റിയലിസ്റ്റിക് ആൻഡ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ഗോൾസ് ഡെവലപ്പ് ചെയ്യാം. ഇറ്റ് ബൂസ്റ്റസ് കോൺഫിഡൻസ് ത്രൂ ഏർലി ഇൻ്റർവെൻഷൻ. ടീച്ചേഴ്സിനാണെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഇൻ സ്റ്റുഡൻറ്റ് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയൽ ടീച്ചിങ് ഓഫർ ചെയ്യാൻ പറ്റും. ലെസൺ പ്ലാനിങ്ങിന് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റിനെയും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബെറ്റർ ഗ്രൂപ്പിംഗ് ബേസ്ഡ് ഓൺ ദ നീഡൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റൽ കോമ്പണൻറ്റ് ഫോർ മോഡേൺ എഡ്യൂക്കേഷണൽ ഇവാലുവേഷനാണ്. അൺലൈക്ക് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിനെ പോലെയല്ല വിച്ച് ഫോക്കസസ് ഓൺ മെഷറിംഗ് സക്സസ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണ്? ഫെയിലിയേഴ്സ് ആൻഡ് ദെയർ കോസസ്. എന്തുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലാവാത്തത്, അതിൻ്റെ കാരണങ്ങൾ, അതൊക്കെയാണ് നോക്കുന്നത്. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ തന്നെ ഒരു പാർട്ടാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ദേ ക്രിയേറ്റ് എ പവർഫുൾ ഫീഡ്ബാക്ക് ആൻഡ് സപ്പോർട്ട് ലൂപ്പ്, ensuring that no learner is left behind and the instructional decisions are evidence based and student centered. ഇനി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്ലാനിങ്, ദെൻ കണ്ടന്റ് അനാലിസിസ്, റൈറ്റിംഗ് ഓഫ് ഐറ്റംസ്, അസംബ്ലിംഗ് ദ ടെസ്റ്റ്, പ്രൊവൈഡിങ് directions and preparing scoring key, reviewing the test, then again planning. ഇതാണ് പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത റെമഡിയൽ ടീച്ചിങ്. റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രക്ഷണൽ സപ്പോർട്ട് ആണെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു ലേണേഴ്സ് ഹു ഫേസ് ഡിഫിക്കൽട്ടീസ് ഇൻ ഗ്രാസ്പിംഗ് സർട്ടൈൻ കോൺസെപ്റ്റ്സ് ഓർ സ്കിൽസ്. ചില കോൺസെപ്റ്റ്സോ ചില സ്കിൽസൊക്കെ
ചില കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന് നമുക്ക് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയാം. ഇറ്റ്സ് കറക്റ്റീവ് ഇൻ നേച്ചർ. കറക്റ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ കൊടുത്തു പോകുന്നതാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഓവർകം സ്പെസിഫിക് ലേണിംഗ് പ്രോബ്ലംസ് ആൻഡ് അച്ചീവ് ദ എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് കോമ്പിറ്റൻസി. അപ്പോൾ ഒരു ഒറിജിനൽ ലെസണിനെ മിയർ റിപ്പീറ്റേഷൻ അല്ല ഇവിടെ ചെയ്യുന്നത്, പക്ഷേ വളരെ ഫോക്കസ്ഡ് ആൻഡ് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ദാറ്റ് ടാർഗറ്റ്സ് ദ റൂട്ട് കോസ് ഓഫ് ലേണിംഗ് ഗ്യാപ്സ്. എന്തുകൊണ്ടാണ് ആ ലേണിംഗ് ഗ്യാപ്സ് വന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ കുട്ടിയുടെ താല്പര്യത്തിനും ഇൻട്രസ്റ്റിനും അനുസരിച്ചിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇവിടെ നടക്കുന്നത്. എന്തിനാണ് റെമഡിയൽ ടീച്ചിങ്? നീഡ് ഫോർ റെമഡിയൽ ടീച്ചിങ്. അതായത് ഇപ്പോൾ ചില സ്റ്റുഡൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അണ്ടർ പെർഫോം ചെയ്യും ചില സബ്ജക്ട്സിൽ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിഫിക്കൽട്ടീസ് കൊണ്ടായിരിക്കാം. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാം. അത് ഡയഗ്നോസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ കോൺസെപ്ച്വൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ലോ ലേണിംഗ് പേസ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് എല്ലാ കുട്ടികളേക്കും ഒരു ഈക്വൽ ആയിട്ട് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും ഇമോഷണൽ, സൈക്കോളജിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഒക്കെ ലേണിങ്ങിനെ ബാധിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് വേണം? റെമഡിയൽ ടീച്ചിങ് വേണം. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ അഡ്രസ്സ് ചെയ്യുക, ഫൗണ്ടേഷണൽ സ്കിൽസിനെ സബ്ജക്റ്റിനെ റീഇൻഫോഴ്സ് ചെയ്യുക, കോൺഫിഡൻസ് ആൻഡ് മോട്ടിവേഷൻ കൊടുക്കുക, ഡെവലപ്പ് ബെറ്റർ സ്റ്റഡി ഹാബിറ്റ്സ് ആൻഡ് ലേണിംഗ് സ്ട്രാറ്റജീസ്. അതുപോലെ തന്നെ ടു ബ്രിങ് ദ ലേണർ ഓൺ പാർ വിത്ത് എക്സ്പെക്റ്റഡ് അക്കാദമിക് ലെവൽസ്. ഒരു കുട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അക്കാദമിക് പെർഫോമൻസിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരാം. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റെമഡിയൽ ടീച്ചിങ് കുറച്ചും കൂടി ഇൻഡിവിജ്വലൈസ്ഡ് ആണ്, ഗോൾ ഓറിയൻറ്റഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, ഡയഗ്നോസ്റ്റിക് ബേസ്ഡ് ആണ്, സപ്പോർട്ടീവ് ആൻഡ് എൻകറേജിങ് ആണ്, ഇൻട്രാക്റ്റീവ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ആണ്. ഇതിൽ അപ്രോച്ചസ് എന്ന് പറയുന്നത് കണ്ടന്റ് ഒക്കെ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് കുറച്ചും കൂടി സിംപ്ലർ ഡൈജസ്റ്റബിൾ യൂണിറ്റ് ആയിരിക്കും ഇത്തരം കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസും വിഷ്വൽ എയ്ഡ്സും യൂസ് ചെയ്യാം, പിയർ ട്യൂട്ടറിങ് അവർക്ക് കൊടുക്കാം, റിപ്പിറ്റേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാം, മൾട്ടി സെൻസറി ടെക്നിക്സ് യൂസ് ചെയ്യാം, സ്മോൾ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ 1-on-1 ഒരു കുട്ടിക്ക് മാത്രമായിട്ട് ഇൻഡിവിജ്വൽ സെക്ഷൻസും നമുക്കിതിൽ കൊടുക്കാം. ഇനി ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ അക്കാദമിക് പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യും, സെൽഫ് കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യും, ഫ്രസ്ട്രേഷൻ റിഡ്യൂസ് ചെയ്യും, ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യും, ലേണിംഗ് ഗ്യാപ്സിനെയൊക്കെ ക്ലോസ് ചെയ്യും ആൻഡ് പ്രിവെൻറ്റ്സ് ഫ്യൂച്ചർ ഡിഫിക്കൽട്ടീസ്. പിന്നെ ഇക്വാലിറ്റി ഇൻ ലേണിംഗ് എസ്പെഷ്യലി ഫോർ ദ ഡിസ്അഡ്വാൻറ്റേജഡ് ലേണേഴ്സ്. സോ ദ റോൾ ഓഫ് ദി ടീച്ചർ ഇൻ റെമഡിയൽ ടീച്ചിങ്ങിൽ വരുന്നത് ആക്ട് ആസ് എ ഡയഗ്നോസ്റ്റീഷ്യൻ, വിച്ച് മീൻസ് ലേണിംഗ് ഇഷ്യൂസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഫെസിലിറ്റേറ്റർ ആണ്, മോട്ടിവേറ്റർ ആണ്, എൻകറേജ് ആൻഡ് ഗൈഡ് ദ ലേണർ, മെയിൻറ്റെയിൻ പേഷ്യൻസ് ആൻഡ് എംപതി. പിന്നെ അപ്രോപ്രിയേറ്റ് റെമഡിയൽ പ്ലാൻസ് ഒക്കെ ഡിസൈൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, റെഗുലറായിട്ട് പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് മെത്തേഡ്സ് അക്കോർഡിംഗ്ലി. പിന്നെ കൺക്ലൂഷനിൽ പറയാനുള്ളത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വളരെ വൈറ്റൽ റോൾ പ്ലേ ചെയ്യുന്ന ഒന്നാണ് റെമഡിയൽ ടീച്ചിങ്, ബിക്കോസ് ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് നോ സ്റ്റുഡൻറ്റ് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. ഇവിടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അഡ്രസ്സ് ചെയ്യുന്നത് ഇൻഡിവിജ്വലൈസ്ഡ്, ഫ്ലെക്സിബിൾ ആൻഡ് സ്ട്രാറ്റജിക് ഇൻസ്ട്രക്ഷനിലൂടെയാണ്. അക്കാദമിക് സക്സസിനെ മാത്രമല്ല ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ഗ്രോത്ത് ഓഫ് ദ ലേണേഴ്സും കൂടിയാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് എൻഷുറിങ് ഫെയർനെസ് ഇൻ അസസ്മെൻറ്റ്. അപ്പോൾ എൻഷുറിങ് ഫെയർനെസ് ഇൻ അസസ്മെൻറ്റിൽ ഫെയർനെസ് ഇൻ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് പ്രാക്ടീസസ് ജസ്റ്റ് ആണ്, നീതിപൂർവമാണ്, അൺബയസ്ഡ് ആണ്, മുൻവിധികളൊന്നുമില്ല, ഇൻക്ലൂസീവ് ആണ്, ഓൾ ഇൻക്ലൂഡിംഗ് ആണ് ആൻഡ് സപ്പോർട്ടീവ് ഓഫ് എവരി സ്റ്റുഡൻസ് ലേണിംഗ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് സ്റ്റുഡൻസ് ഫ്രം ഓൾ ബാക്ക്ഗ്രൗണ്ട്സ് ഇൻക്ലൂഡിങ് ദോസ് വിത്ത് ഡിസേബിലിറ്റീസ്, അത് ഡിസേബിലിറ്റി പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവാം, ഡൈവേഴ്സ് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, സോഷ്യൽ കോഗ്നേറ്റീവ് പ്രൊഫൈൽസ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം. അവരെല്ലാം അക്യുറേറ്റ് ആയിട്ടും ഈക്വൽ ആയിട്ടും നമ്മൾ അസസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫെയർനെസ് ഇൻ അസസ്മെൻറ്റിലൂടെ നമ്മൾ ഉറപ്പാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഫെയർനെസ് ഇൻ അസസ്മെൻറ്റ്? ഒന്ന് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ടു ഡെമോൺസ്ട്രേറ്റ് വാട്ട് ദേ നോ ആൻഡ് ക്യാൻ ഡു. അവർക്ക് എന്തറിയാം, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാ കുട്ടികൾക്കും കൊടുക്കണം. അതാണ് ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റി. പിന്നെ പല വേരിയസ് എഡ്യൂക്കേഷണൽ, സോഷ്യൽ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നൊക്കെ ആയിരിക്കും കുട്ടികൾ വരുന്നത്. അപ്പോൾ ഫെയർ അസസ്മെൻറ്റ് എന്ത് ചെയ്യണം? ഈ ഡിഫറൻസസിനെ ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒന്നായിരിക്കണം. ഇക്വാലിറ്റി വേണം അസസ്മെൻറ്റിൽ. ഇനി അടുത്തത് നോൺ ബയസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഫെയർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനി ഫോം ഓഫ് ബയസ്, ഏത് തരത്തിലുള്ള മുൻവിധിയും, അത് ജെൻഡർ ആവാം, കാസ്റ്റ് ആവാം, റിലീജിയൻ ആവാം, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓർ ലാംഗ്വേജ് ആവാം, ഇതിൽ നിന്നെല്ലാം ഫ്രീ ആയിരിക്കണം. ലാംഗ്വേജ് ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കണം. ഒരു ഗ്രൂപ്പിനും ഒരു തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജും അതുകൊണ്ട് ഉണ്ടാകരുത്. അടുത്തത് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി. അസസ്മെൻ്റ് എന്ന് പറയുന്നത് പല ലാംഗ്വേജും പല ഡയലക്ട്സും സ്പീക്ക് ചെയ്യുന്ന ആളുകളുണ്ടാകും. അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുകയും അക്കോമഡേറ്റ് ചെയ്യുകയും വേണം. ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം ആൻഡ് അക്സസിബിൾ ടു ഓൾ ലേണേഴ്സ് ആയിരിക്കണം. ഇനി അടുത്തത് അക്കോമഡേഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. ഇതിൽ 4 മാർക്സിനോ 2 മാർക്സിനോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫെയർ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അക്കോമഡേഷൻസ്
സച്ച് ആസ് അതായത് ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളിപ്പം എക്സാം നമ്മുടെ കൂടെയൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്ക് കുറച്ചധികം സമയം കൊടുക്കുന്നുണ്ട് അല്ലെ, എക്സ്റ്റെൻഡഡ് ടൈം കൊടുക്കുന്നുണ്ട്, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫോർമാറ്റ്സ് കൊടുക്കുന്നുണ്ട്, ബ്രെയിലി അവർക്ക് ഓഡിയോ ആയിട്ടൊക്കെ കൊടുക്കാം, സ്ക്രൈബ്സിന് കൊടുക്കുന്നുണ്ട്, മോഡിഫൈഡ് ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മോഡിഫിക്കേഷൻസ് ഒക്കെ എന്തിനാണ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് വിത്ത് ഡിസേബിലിറ്റീസ് ആർ അസസ്ഡ് ഓൺ ദെയർ ലേണിംഗ് ആൻഡ് നോട്ട് ബേസ്ഡ് ഓൺ ദെയർ ലിമിറ്റേഷൻ. അവരുടെ പരിമിതികൾ വെച്ചിട്ടല്ല നമ്മൾ അവരെ അസസ് ചെയ്യുന്നത്, ലേണിംഗ് വെച്ചിട്ടാണ് എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മോഡിഫിക്കേഷൻസ്. സോ സെൻസിറ്റിവിറ്റി ടു ഡൈവേഴ്സ് സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ. അപ്പോൾ ഫെയർ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ടു കൾച്ചറൽ, ലിംഗ്വിസ്റ്റിക്, സോഷ്യോ എക്കണോമിക്, ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട്സ് ആയിരിക്കും. പല സ്റ്റീരിയോ ടൈപ്സ്, കൾച്ചറൽ അസംഷൻസ് അല്ലെങ്കിൽ റീജിയണലി അൺഫെമിലർ റെഫറൻസസ് ഒക്കെ ഉണ്ടാവും. ഇതെന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ഇനി കൺസിഡറേഷൻ ഓഫ് കണ്ടംപററി വ്യൂസ് ഓൺ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ മോഡേൺ സൈക്കോളജിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഗ്രോത്ത്, ആപ്റ്റിറ്റ്യൂഡ്, ലേണിംഗ് സ്റ്റൈൽസ്, ബിഹേവിയർ, കോഗ്നിഷൻ ആൻഡ് പേഴ്സണാലിറ്റി, ഇതിനൊക്കെ അസസ്മെൻറ്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അസസ്മെൻറ്റ് എന്ത് റിഫ്ലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ കുട്ടികൾ ലേൺ ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു ഇൻ റിയൽ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്. പിന്നെ അവൈലബിലിറ്റി ഓഫ് ദി യൂസ് ഓഫ് അസിസ്റ്റീവ് ടെക്നോളജി. ഇപ്പോൾ സപ്പോർട്ടീവ് ടെക്നോളജീസ് നമുക്ക് യൂസ് ചെയ്യാം, സ്ക്രീൻ റീഡേഴ്സ്, സ്പീച്ച് ടു ടെക്സ്റ്റ് ടൂൾസ്, ഇതെല്ലാം അസസ്മെൻറ്റിനെ കുറച്ചും കൂടെ അസസിബിൾ ആക്കും. പിന്നെ എൻഷുവേഴ്സ് ദാറ്റ് ടെക്നോളജി ആക്ട് ആസ് ആൻ എനാബിൾ റാദർ ദാൻ എ ബാരിയർ. ടെക്നോളജി ഒരിക്കലും ഒരു ബാരിയർ അല്ല, ഒരു തടസ്സമല്ല, പക്ഷെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണെന്നുള്ളത് ഉറപ്പാക്കാം. ഇനി അവയർനെസ് ഓഫ് അഡ്വേഴ്സ് കോൺസിക്വൻസസ്. ഇപ്പോൾ ഫെയർ അസസ്മെൻറ്റിൽ പല പ്രാക്ടീസസും നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് മൈറ്റ് കോസ് അൺനെസസറി സ്ട്രെസ്, ആങ്സൈറ്റി ഓർ ലേബലിംഗ്. കോൺഫിഡൻസ് ആൻഡ് ഇമോഷണൽ വെൽബീങ് ഓഫ് ദ ലേണറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെയർ അസസ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫെയർനെസ്, ആബ്സെൻസ് ഓഫ് ബയസ് ആണ്, പ്രൊസീജറൽ ഫെയർനെസ് ആണ്, ഓപ്പർച്യൂണിറ്റി ടു ലേൺ ആണ്, ഇക്വാലിറ്റി ഓഫ് റിസൾട്ട്സ് ആണ്. ഫോംസ് എന്താണെന്ന് പറഞ്ഞാൽ അൺഫെയർനെസ് എൻ്റെ ഫോംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൾച്ചറൽ അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കുക, ഇൻഅസസിബിൾ ഫോർമാറ്റ് കൊടുക്കുക ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസേബിലിറ്റീസ്, പിന്നെ അൺടോട്ട് അല്ലെങ്കിൽ അൺഫെമിലർ കണ്ടന്റ് ഒക്കെ അസസ് ചെയ്യുക, പിന്നെ ഇൻകൺസിസ്റ്റൻറ്റ് സ്കോറിംഗ് ഓർ അൺക്ലിയർ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഒക്കെ കൊടുക്കുക. ഇനി ഫെയർ അസസ്മെൻറ്റിലെ പ്രിൻസിപ്പിൾസ്, ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുക, വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. ഈ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്, ഗുഡ് എക്സാമിനേഷൻ, ഗുഡ് അസസ്മെൻറ്റ്, എല്ലാവരും എഴുതാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഇൻറ്റൻസ് ടു ഡു. അതെല്ലാത്തിലും എഴുതാം. അസസ്മെൻറ്റ് എന്താണ്, ടെസ്റ്റ് എന്താണ്, എക്സാമിനേഷൻ എന്താണ്, എന്ത് ചോദിച്ചാൽ ഈ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി എഴുതി വയ്ക്കാം. അത് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒന്നാണ്. അടുത്തത് റിലയബിലിറ്റി മീൻസ് കൺസിസ്റ്റൻസി ഇൻ റിസൾട്ട്സ് അക്രോസ് ഡിഫറെൻറ്റ് ഒക്കേഷൻസ് ആൻഡ് ഇവാലുവേറ്റേഴ്സ്. മാച്ചിങ് ലേണിംഗ് ഔട്ട്കംസ് ആൻഡ് കണ്ടന്റ്, ഫ്രീ ഫ്രം ബയസ് ആയിരിക്കണം, ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് നിന്ന് ഒരു തരത്തിലുള്ള മുൻവിധികളും അതിലുണ്ടാകാൻ പറ്റില്ല, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എന്തിൻ്റെ ബേസിക്സിലാണ് അവർ ജഡ്ജ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കുട്ടികൾ അറിഞ്ഞിരിക്കണം. റുബ്രിക്സ്, ഗൈഡ്ലൈൻ, സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് ആ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാം. ഇനി പ്ലാൻ വിത്ത് എ ക്ലിയർ മെഷറബിൾ ലേണിംഗ് ഔട്ട്കംസ്, മറ്റു കാര്യങ്ങൾ അതൊക്കെ നോക്കാം. ഇപ്പോൾ ഫെയർനെസ് ഇൻ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻക്ലൂസീവ് ആൻഡ് മീനിങ് ഫുൾ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമാണ്. ഇക്വാലിറ്റി, adversing diversity, promoting unbiased practices, teachers can create a very supportive environment where the students can demonstrate their true potential എന്ന് പറയുന്നുണ്ട്. അടുത്ത ചാപ്റ്ററിൽ അസസ്മെൻറ്റ് ഫോർ എൻറിച്ചിങ് കോൺഫിഡൻസ് ഇൻ ലേണിംഗ്. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലേണിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ടൂളല്ല, പക്ഷേ ലേണറിൻ്റെ കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, മോട്ടിവേഷൻ ഇതിനൊക്കെ ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളൊരു അസസ്മെൻറ്റിന് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ പവർഫുൾ മീൻസ് ടു പ്രൊമോട്ട് ഒരു പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാം. അവിടെ സ്റ്റുഡൻസ് വിൽ ഫീൽ എംപവേർഡ്, ദേ വിൽ എൻകറേജ്ഡ് ടു ഇംപ്രൂവ്. ഇനി എന്താണ് കോൺഫിഡൻസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ലേണറിൻ്റെ ബിലീഫ്, ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓൺ എബിലിറ്റീസ് ടു കംപ്ലീറ്റ് സർട്ടൻ ടാസ്ക് സക്സസ്ഫുള്ളി, ആ ബിലീഫിനെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസസ് സക്സസ്ഫുൾ ആവുന്നതോടുകൂടി ഈ കോൺഫിഡൻസ് കൂടും, അവർ പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, അവരുടെ ഡ്യൂട്ടീസൊക്കെ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇതിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രസ് ആണ്. ടാഞ്ചിബിൾ മീൻസ് പെർസെപ്റ്റിബിൾ ബൈ ടച്ച്, നമുക്ക് തൊട്ട് ഫീൽ ചെയ്യാം എന്നുള്ളത്, നമുക്ക് ഒബ്സർവ് ചെയ്ത് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം, അവരുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇനി അസസ്മെൻറ്റും കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും മോട്ടിവേഷനും ഒക്കെ തമ്മിലുള്ള കണക്ഷനാണ് ഇവിടെ പറയുന്നത്. അസസ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷനിൽ പറയുന്നത്, അസസ്മെൻറ്റ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്, അതുപോലെ തന്നെ ഫോർമേറ്റീവ് ആണ്. ഇത് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ടു ദി സ്റ്റുഡൻസ് ടു എൻഗേജ് ആക്റ്റീവ്ലി. പിന്നെ വെൻ ദ ലേണേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അസസ്മെൻറ്റ് അവരെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ, റാദർ ദാൻ ബീങ് ജഡ്ജ്, അവരൊരു ദേ വിൽ ഫീൽ എൻകറേജ് ടു പുട്ട് ഇൻ എഫേർട്ട്, ഒരു എഫേർട്ട് എടുക്കാനായിട്ട് അവർക്ക് ഒരു എൻകറേജ്മെൻറ്റ് കിട്ടും. ഇനി ഫീഡ്ബാക്ക് എന്തിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട്, പ്രോഗ്രസ്, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ദാറ്റ് ഓൾസോ ബിൽഡ്സ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ദാറ്റ് മീൻസ് സെൽഫ് മോട്ടിവേഷൻ.
ഇനി അടുത്തത് അസസ്മെൻറ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം. ഇപ്പോൾ ഭയങ്കര ഹാർഷ് ആൻഡ് കമ്പാരിറ്റീവ് ആയിട്ടുള്ള അസസ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതൊരു കുട്ടിയുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും, കാര്യമായിട്ട് തന്നെ ബാധിക്കും. പക്ഷേ വളരെ ഫെയർ, പേഴ്സണലൈസ്ഡ് ആൻഡ് ഗ്രോത്ത് ഓറിയൻറ്റഡ് ഫീഡ്ബാക്ക് ആണെങ്കിൽ അത് ആ സ്റ്റുഡൻറ്റിൻ്റെ സെൽഫ് വർത്തിനെയും സെൻസ് ഓഫ് കോമ്പിറ്റൻസിനെയും ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അവരുടെ എഫേർട്ടിനുള്ള റെക്കഗ്നീഷൻ, നോട്ട് ജസ്റ്റ് ദി ഔട്ട്കം, ഈസ് ദ കീ ടു ഫോസ്റ്ററിങ് പോസിറ്റീവ് സെൽഫ് ഇമേജ്. സ്വന്തമായിട്ട് ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ സെൽഫ് ഇമേജ് പോസിറ്റീവ് ആക്കാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇനി അസസ്മെൻറ്റ് ആൻഡ് കോൺഫിഡൻസ്. ഭയങ്കര കൺസിസ്റ്റൻ്റ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള അസസ്മെൻ്റ് ആണെങ്കിൽ അവരുടെ ഓൺ ക്യാപ്പബിലിറ്റീസിൽ, ലേണിംഗ് ക്യാപ്പബിലിറ്റീസിൽ അവർ തന്നെ ഒരു ആത്മവിശ്വാസം വരും. അപ്പോൾ ടാസ്ക് ദാറ്റ് മാച്ച് അവരുടെ കറണ്ട് ലെവൽ ഓഫ് റെഡിനെസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെങ്കിൽ എല്ലാം വിത്ത് ടൈമിൽ ഞാൻ എൻകറേജിങ് ഫീഡ്ബാക്ക്, ഇത് കുട്ടികളെ ഒരു റിസീലിയൻസ് ആൻഡ് കോൺഫിഡൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടും ചലഞ്ചസ് ഏറ്റെടുക്കാനായിട്ടും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഒരു ഇപ്സേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ലേണറിൻ്റെ കറണ്ട് പെർഫോമൻസും അവരുടെ ഓൺ പ്രീവിയസ് പെർഫോമൻസുമായിട്ടുള്ള കമ്പാരിസനെയാണ് ഇപ്സേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. റദർ ദാൻ എഗെയിൻസ്റ്റ് പിയർ, അതായത് സ്റ്റാൻഡേർഡൈസ്ഡോ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള കമ്പാരിസൺ അല്ല, അവരുടെ ഓൺ പെർഫോമൻസിനെ പ്രീവിയസ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇത് പേഴ്സണലൈസ്ഡ് ആണ്, അതുപോലെ തന്നെ ഗ്രോത്ത് ഫോക്കസ്ഡ് ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് റിഫ്ലക്ഷൻ, കോമ്പറ്റീഷനും ആങ്സൈറ്റിയും ഒക്കെ ഈ പിയർ കമ്പാരിസണിലൂടെ ഈ കോമ്പറ്റീഷനും ആങ്സൈറ്റിയൊക്കെ വരും, അതിനെ റിഡ്യൂസ് ചെയ്യും, മോട്ടിവേഷൻ ബിൽഡ് ചെയ്യും, ദേ ക്യാൻ ട്രാക്ക് ദെയർ ഓൺ പ്രോഗ്രസ്, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേണിങ്ങിനെ ഒരു കണ്ടിന്യൂസ് ജേർണി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ ടീച്ചറിന് ഫീഡ്ബാക്കും ഇൻസ്ട്രക്ഷനും ഒക്കെ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്ലേസ് എ വെരി വൈറ്റൽ റോൾ ഇൻ നർച്ചറിങ് ലേണേഴ്സ് കോൺഫിഡൻസ്. ഇവിടെ ഒരു പ്യുവർലി ജഡ്ജ്മെൻറ്റിൽ നിന്നും സപ്പോർട്ടീവ്, ഫോർമേറ്റീവ് ആൻഡ് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ആയിട്ട് അസസ്മെൻറ്റ് മാറുന്നുണ്ട്, എസ്പെഷ്യലി ത്രൂ ദ മെത്തേഡ്സ് ലൈക്ക് ഇപ്സേറ്റീവ് അസസ്മെൻറ്റ്. അത് സ്റ്റുഡൻറ്റിൻ്റെ സെൽഫ് എസ്റ്റീമിനും മോട്ടിവേഷനും ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ് റൂമിനെ ഒരു സേഫ്, എംപവറിങ് സ്പേസ് ആയിട്ട് മാറ്റുന്നുണ്ട്, where the students feel confident to learn, grow and succeed. So this is the end of Unit 5. Thank you.